എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക, ഒന്നെങ്കിൽ വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി നോക്കി അതിനുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് ഈ കൂടുതലായിട്ട് പൂരാടം നക്ഷത്രക്കാർക്ക് 2026 ഏകദേശം പകുതിയായി. എന്നാൽ ഇവർക്ക് വീട് സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഇതുവരെ മാറുന്നില്ല. ഒത്തിരി പൂരാടം നക്ഷത്രക്കാർ വിളിച്ചു പറയുന്ന കുറച്ചൊരു കാര്യമാണ്, സാമ്പത്തികമുണ്ട് എന്നാൽ മുമ്പത്തെ കാട്ടിയൊക്കെ മാറ്റമില്ലാതെ പോകുന്നു. പക്ഷേ വീടിൻ്റെ പണി പൂരാടം നക്ഷത്രക്കാർക്ക് അങ്ങോട്ട് ശരിയാകുന്നില്ല. ഇല്ലെങ്കിൽ കുടുംബപരമായിട്ട് സ്വത്ത് തർക്കങ്ങൾ, സ്ഥലം മേടിക്കാൻ പറ്റുന്നില്ല, ഉള്ള വീട് പണിയാൻ പറ്റുന്നില്ല. വീട് മേടിക്കാൻ എപ്പോഴാണ് ഭാഗ്യം ഉണ്ടാകുന്നത് പൂരാടം നക്ഷത്രക്കാർക്ക്? അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ പൂരാടം നക്ഷത്രക്കാർക്ക് സമർപ്പിക്കുകയാണ്. ആദ്യമായിട്ട് പൂരാടം നക്ഷത്രക്കാർ നിങ്ങളുടെ ഗ്രഹനിലയിൽ വീടിനെ ആസ്പദമാക്കി പറയുന്ന ഭാവം 4ാം ഭാവമാണ്. ഈ 4ാം ഭാവത്തിൽ പാവഗ്രഹങ്ങൾ നിൽക്കുവാണെങ്കിൽ നമുക്ക് വീടുപരമായ കാര്യങ്ങൾക്ക് എല്ലാത്തിനും തടസ്സം ഉണ്ടാകും. നമ്മൾ സ്ഥിരമായിട്ട് വീട് വെച്ച് ഇല്ലെങ്കിൽ സ്ഥലമൊക്കെ മേടിച്ച് നമുക്ക് ആ ഒരു വീടിൻ്റെ പണി അങ്ങോട്ട് സ്പീഡപ്പ് ആകുന്നില്ല. അതായത് വീട് പണിക്ക് കിട്ടുന്ന പല പൈസകളും ലോണുകളും ഒക്കെ അനാവശ്യപരമായ ചെലവിലേക്ക് മറിഞ്ഞു പോകുന്നു, ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസുകൾ ഉണ്ടാകുന്നു. അങ്ങനെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അതായത് വീട് പണിയാൻ വെച്ചിരിക്കുന്ന പൈസ അനാവശ്യമായ ചെലവുകളിലേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പം നമ്മുടെ കാര്യം നടക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് പറ്റും? നമ്മൾ ഈ വീടിന് വേണ്ടി മേടിച്ച പൈസയ്ക്കൊക്കെ ആഴ്ചയെ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം പല ആൾക്കാരിൽ നിന്നും പൈസ കടം മേടിക്കുന്നു, ലോൺ എടുക്കുന്നു. അപ്പോൾ അതൊക്കെ ആഴ്ച കൊടുക്കാൻ പറ്റുന്നത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? പൂരാട നക്ഷത്രക്കാർ കടത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് ഇതിനുള്ള പ്രതിവിധി? അത് ഏതു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് വഴിപാട് ചെയ്യേണ്ടത്? ഈ വർഷമെങ്കിലും സ്വന്തമായിട്ട് വീട് മേടിക്കാൻ പറ്റുമോ പൂരാടം നക്ഷത്രക്കാർക്ക്? അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. ആദ്യമേ പൂരാടം നക്ഷത്രക്കാർ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങളൊരു വീട് മേടിക്കാൻ പോകുന്ന ഇപ്പുറം നിങ്ങളുടെ വീടിൻ്റെ പരിസരം, അതായത് അതിനെക്കുറിച്ച് നല്ലപോലെ ഒന്ന് അന്വേഷണം നടത്തുക, വഴിയുണ്ടാകണം. പിന്നെ കഴിവതും ജലാശയങ്ങൾ, അതായത് കുളം, അതേപോലെ തന്നെ ഒരു ആവാസ വ്യവസ്ഥ നിൽക്കുന്ന, അതായത് കുളവും പരിസരമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മൂടി വീട് വെക്കാതിരിക്കുക, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ഥലം മേടിക്കുന്ന ഇപ്പുറം നമ്മൾ ഒരു ജോത്സ്യനോ ഇല്ലെങ്കിൽ ഒരു വാസ്തുവിദ്യ പ്രകാരം നമ്മളതുകൊണ്ട് കാണിക്കുക, കബഡി വെച്ച്. അതായത് വാസ്തുവിനെ കാണിച്ചാൽ പോരാ, ആ ഭൂമിക്ക് ഇതിനു മുമ്പ് എന്തെങ്കിലും വരുത്തുപോക്കുകളോ ഇല്ലെങ്കിൽ സർപ്പസംബന്ധമായ എന്തെങ്കിലും ദോഷമോ നെഗറ്റീവ് എനർജി ഉണ്ടോ, ആ ഒരു ദോഷം നമ്മൾ ജോത്സ്യനെ കൊണ്ടുവന്ന് കബഡി വെച്ച് നോക്കിയതിന് ശേഷം മാത്രം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുക. വീട് വെക്കുന്ന സമയത്ത് വാസ്തുപരമായ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യുക. പിന്നെ സർക്കാർ തലത്തിലുള്ള നിയമങ്ങൾ അനുസരിച്ച് മാത്രം വീട് വെക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര ഫണ്ടിനാണ് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫണ്ട് കരുതിയതിന് ശേഷം മാത്രം നമ്മൾ വീട് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് നമുക്ക് വീട് പണി പൂർത്തീകരിക്കും. പക്ഷേ നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് നമുക്ക് സാമ്പത്തികമുണ്ട്, അതേപോലെ തന്നെ സ്ഥലമുണ്ട്, വീട് വെച്ചിട്ടുണ്ട്, പക്ഷേ പണി അങ്ങോട്ട് പൂർത്തീകരിക്കുന്നില്ല. ജ്യോത്സ്യന്മാരെയും ഇല്ലെങ്കിൽ പല ആൾക്കാരെയും കൊണ്ടിട്ട് വീടിന് ദോഷമൊന്നുമില്ല, വാസ്തു കറക്റ്റാണ്, ഭൂമിക്കും ദോഷമില്ല. പക്ഷേ അങ്ങനെ ഉള്ളവർക്ക്, നമ്മുടെ ഈ പൂരാടം നക്ഷത്രക്കാർക്ക്, വാടകയ്ക്ക് കിടക്കുന്നവർക്ക് സ്വന്തമായിട്ട് വീട് മേടിക്കാൻ പറ്റില്ല. വീണ്ടും ആ ഒരു തടസ്സം തന്നെ വീണ്ടും നേരിടുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ട പരിഹാരം എന്താണെന്ന് വെച്ചാൽ, ഭൂമിക്ക് ദോഷമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്യുക. വാസ്തുവിനെ കൊണ്ട് സ്ഥാനമൊക്കെ കാണിച്ച് എന്നിട്ടും വീട് പണി നടക്കുന്നില്ലെങ്കിൽ ഒരു വെള്ളിയുടെ വീട് മേടിക്കുക. ചെറിയൊരു വെള്ളിയുടെ ഒരു വീട് നമ്മുടെ അടുത്തുള്ള കടകളിൽ കിട്ടും. ആ ഒരു വെള്ളിയുടെ വീട് മേടിച്ചിട്ട് പൂരാടം നക്ഷത്രക്കാർ എന്ത് ചെയ്യണം? ഒരു തേങ്ങ എടുക്കുക. തേങ്ങ എടുത്തിട്ട് ചുമന്ന പട്ടിനകത്ത് വെക്കുക. ഈ ചുമന്ന പട്ടിനകത്ത് വെച്ചിട്ട് ഈ വീടും വെച്ചിട്ട് ആ വീടിന് ചുറ്റും ഒരു 7 പ്രദക്ഷിണം വെക്കുക. 7 പ്രദക്ഷിണം വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏത് ക്ഷേത്രമാണോ ഉള്ളത്, ചിലപ്പം മഹാദേവൻ്റെ അമ്പലമായിരിക്കാം, ദേവിയുടെ അമ്പലമായിരിക്കാം, സുബ്രഹ്മണ്യൻ്റെ അമ്പലമായിരിക്കാം, അതേപോലെ തന്നെ ഭദ്രകാളി, അങ്ങനെ പല അമ്പലങ്ങളും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ക്ഷേത്രമായിരിക്കണം. ഉദ്ദേശിച്ച് ദേശദേവത. ഈ ദേശദേവതയ്ക്ക് നമ്മൾ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? ദേശദേവതയ്ക്ക് ഒരു 11 പ്രദക്ഷിണം വെച്ച് നമ്മളൊരു നടയെ വെക്കുക. നടയെ വെച്ചതിന് ശേഷം അവിടെ ബ്രഹ്മരക്ഷസ് മിക്ക ക്ഷേത്രങ്ങളിലുണ്ടാകും. ബ്രഹ്മരക്ഷസിന് നമ്മുടെ പേർക്ക് ഒരു പാൽപായസം 7 വ്യാഴാഴ്ച ചെയ്യുക. ഇത് ഒറ്റത്തവണ നമ്മൾ ചെയ്താൽ മതി. അതായത് പൂരാടം നക്ഷത്രക്കാർ വെള്ളിയുടെ രൂപം മേടിച്ചിട്ട് ചുമന്ന പട്ടിനകത്ത് തേങ്ങ വെച്ചിട്ട് എന്ത് ചെയ്യണം? 7 പ്രദക്ഷിണം വെക്കുക. പ്രദക്ഷിണം വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ദേവീ ക്ഷേത്രത്തിൽ പോയി 11 വലത്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ബ്രഹ്മരക്ഷസ് ഉണ്ടെങ്കിൽ ബ്രഹ്മരക്ഷസിന് പാൽപായസം നമ്മൾ നടത്തുക.
പാൽപായസം നടത്തിയതിന് ശേഷം പൂരാടം നക്ഷത്രക്കാർക്ക് ആ വീടിൻ്റെ പരമായിട്ടുള്ള ഒരു തടസ്സം നീങ്ങിക്കിട്ടും. നമ്മൾ വീട് ചുമന്ന പട്ടിനകത്ത് തേങ്ങ വെച്ച് 7 പ്രദക്ഷിണം കൂടെ ചെയ്യുമ്പം ആ വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജി എല്ലാം മാറി പോസിറ്റീവ് എനർജി ആക്കി നമ്മൾ ലോണുകളൊക്കെ വെക്കുമ്പോഴത്തേക്ക് ആ ഒരു തടസ്സം മാറിക്കിട്ടും. പണിക്കാർ വരാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. വീട് പണി ഈ വർഷം തന്നെ നമുക്ക് നടന്നു കിട്ടും. ബ്രഹ്മരക്ഷത്തിന് 7 വ്യാഴാഴ്ച പാൽപായസം പൂരാടം നക്ഷത്രക്കാർ കഴിക്കുക. ഈ പാൽപായസം ഒരു കാരണവശാലും നമ്മൾ മേടിക്കരുത്. നമ്മൾ രക്ഷസിൻ്റെ പായസം സാധാരണ മേടിക്കാറില്ല. വീടിൻ്റെ തൊട്ടടുത്തുള്ള ദേശദേവതയ്ക്കാണ് പൂരാടം നക്ഷത്രക്കാർ ചെയ്യേണ്ടത്. അവിടെ ബ്രഹ്മരക്ഷസ് കാണും. ബ്രഹ്മരക്ഷസില്ലെങ്കിൽ സാധാരണ ഗുരുനാഥൻ അങ്ങനെയുള്ള മൂർത്തികൾ കാണും. അതിനെ ഒന്ന് വിളിച്ച് ചോദിക്കാനുള്ള മറുപടികൾ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വർഷം വീട് പണി വെക്കാം. അതേപോലെ വീട് പണി ഉറപ്പായിട്ടും ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് വീട് പണിയിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. അതേപോലെ തന്നെ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വർഷം തൊട്ട് നല്ല ഒരു സമയമാണ്. ഏകദേശം ഈ വർഷം പകുതി ആയിരുന്നു. ഇനി അങ്ങോട്ട് വീട് മേടിക്കുന്ന തടസ്സം മാറാൻ വേണ്ടി വാടകയ്ക്ക് കിടക്കുന്നവർ ഒരു കാര്യം ചെയ്യുക. വീടുപരമായ തടസ്സം മാറാൻ വേണ്ടി ബ്രഹ്മരക്ഷസിന് പാൽപായസം പൂരാടം നക്ഷത്രക്കാർ നടത്തി പ്രാർത്ഥിക്കുക. എന്തായാലും അതിനുള്ള വഴിയും സാമ്പത്തികങ്ങളും ഒക്കെ പൂരാടം നക്ഷത്രക്കാർക്ക് തേടി വരുന്നതായിരിക്കും. നമ്മൾ എന്തോരം കർമ്മം ചെയ്യുന്നോ അത്രയും ഫലം നമുക്ക് ഈശ്വരൻ തരും. അപ്പോൾ ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി കവടി വെച്ച് പറഞ്ഞ് തരുന്നതാണ്.